കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരായ ഹർജിയിൽ സുപ്രീം കോടതിയിൽ കേരളത്തിന് ആശ്വാസം. 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന കേന്ദ്രം കോടതിയിൽ സമ്മതിച്ചു. ഇതോടെ ഈ തുക കടമെടുക്കാൻ അവസരമൊരുങ്ങി. കൂടുതൽ തുക എടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും കേരളവും ചർച്ച നടത്തണം. ഈ ചർച്ച നടക്കുമ്പോൾ നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുന്നതും കോടതി വിലക്കി. കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെ കാണരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിനു വേണ്ടി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദം ആരംഭിച്ചത്. ശമ്പളം നൽകുന്നു എന്നല്ലാതെ മറ്റ് ചെലവുകൾക്ക് മുന്നിൽ സംസ്ഥാനം നിസ്സഹായാവസ്ഥയിലാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായമല്ല കേരളം ചോദിക്കുന്നത്, മറിച്ച് പരിധിക്കുള്ളിൽ നിന്ന് അർഹമായ കടമെടുപ്പിന് അനുവദിക്കണമെന്നാണ്. 13,608 കോടി കടമെടുപ്പിന് കേരളത്തിന് അർഹതയുണ്ടെങ്കിലും ഹർജി പിൻവലിക്കാതെ തുക അനുവദിക്കാനാവില്ല എന്നതായിരുന്നു കേന്ദ്ര നിലപാട്. ഈ നിലപാട് തള്ളിയ കോടതി കേരളത്തിന്റെ ഹർജി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി. 13,608 കോടി രൂപ വായ്പ അനുവദിക്കുന്നത് സ്വീകരിക്കാമെന്നും എന്നാൽ 15,000 കോടി അനുവദിക്കണം എന്നുമായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ഇതിനായി പ്രത്യേകം ചർച്ച നടത്താനും വ്യവസ്ഥകൾ കേന്ദ്രത്തിന് തീരുമാനിക്കാമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. തീരുമാനത്തെ സംസ്ഥാനം സ്വാഗതം ചെയ്തു. കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കി ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഡി തനസുമോത്, മീഡിയ 1, ഡൽഹി.